ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് സിനിമ കാണാൻ പോട്ടോ. ചേട്ടായി ലീവിനല്ല അല്ലാതെ ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ ചക്കരയ്ക്ക് ഒരേ നിർബന്ധം ഒരു സിനിമ കാണണമെന്ന്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പോയേക്കോട്ടോ. പിന്നെ വഴി മോശമായിട്ട് ഞങ്ങൾ ബൈക്കിൽ കയറാൻ ഭയങ്കര പാടാട്ടോ. ഞങ്ങൾ അങ്ങ് താഴെ സിറ്റി ചെന്നിട്ട് വേണം ബൈക്കിൽ കയറാൻ വേണ്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, കോൺക്രീറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് പായലാണേ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേന്. അതുകൊണ്ട് ചക്കരയ്ക്ക് ഒരു ചെറിയ വിഷമമുണ്ട് കേട്ടോ, വീട്ടിൽ നിന്നേ ബൈക്കിൽ കയറി പോകാൻ പറ്റാത്തതുകൊണ്ട്. ഇതേ ചേട്ടായി മെല്ലെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അവർ തന്നെയാണെങ്കിൽ പിന്നെ അവരെങ്ങനെയെങ്കിലുമൊക്കെ ബ്രേക്കൊക്കെ പിടിച്ച് അവർ ഇറങ്ങിക്കൊള്ളുന്നത്. എനിക്കാണെങ്കിൽ പേടി കേട്ടോ, ഞാൻ കയറുകയില്ല, ഇങ്ങോട്ട് കയറി വരികയില്ല, അങ്ങോട്ട് ഇറങ്ങി പോയില്ല. എനിക്ക് ഭയങ്കര പേടിയാണേ. ഞാനെപ്പോഴും താഴെ റോട്ടിൽ നിന്ന് കുറച്ച് ഇറങ്ങി പോകണം. ഒരു 5 മിനിറ്റ് തരാം, 2-3 മിനിറ്റ് യാത്രയുണ്ട് നമ്മൾ സിറ്റിയിൽ നിന്ന് വീട്ടിലോട്ടേ. ഇതേ അങ്ങനെ ഇവർ താഴെ വന്ന് നിന്നു. അങ്ങനെ ചക്കര ഓടി അങ്ങ് പോയി കേട്ടോ. കഴിഞ്ഞപ്പോഴത്തേനെ ചാക്കോച്ചി ഇവരെ കണ്ടതുകൊണ്ട് എൻ്റെ തോളിൽ നിന്ന് ഇറങ്ങിയിട്ട് വേഗം ചാക്കോച്ചി ഇങ്ങനെ അച്ചാരുടെ അടുത്തേക്ക് ചെന്നു. പിന്നെ ചാക്കോച്ചി ഭയങ്കര പേടി കേട്ടോ, അവനെ കൊണ്ടുപോകില്ല എന്നൊരു വിചാരം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി നെടുങ്കണ്ടം എത്തി. നമ്മൾ സിനിമ തിയേറ്ററിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ എത്തി. ഇവിടെയാണ് ഞങ്ങൾ സിനിമ കാണാൻ വന്നത്. നെടുങ്കണ്ടത്ത് അത്യാവശ്യം നല്ലൊരു തിയേറ്ററാണേ. ആകെ 1-2 പ്രാവശ്യം കണ്ട് ഞങ്ങളിവിടെ വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം എന്തായാലും ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. മമ്മൂട്ടിയുടെ ടർബോ എന്ന് അങ്ങനെ പറഞ്ഞൊരു സിനിമ കേട്ടോ കാണാൻ വന്നതേ. ചേട്ടായി ടിക്കറ്റ് എടുക്കാനായിട്ടൊക്കെ പോയി. ഇത് പഴയ നമ്മുടെ ഇങ്ങനെ ഇതിനകത്തുകൊണ്ട് എങ്ങാണ്ടായിരുന്നല്ലോ പണ്ട് സിനിമയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതൊക്കെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇച്ചിരി കളർ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ അപ്പോൾ ചക്കര എന്നതാന്നൊക്കെ ചോദിക്കും കേട്ടോ. ചക്കരയ്ക്ക് പിന്നെ ചെന്നോണ്ട് വിശക്കുവാന്ന് പറഞ്ഞിട്ട് ഒരു പോപ്കോണൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിന്. അപ്പോൾ അത് എരിവൊന്നുമില്ലാത്തത് ചാക്കോച്ചിയും പറക്കി കഴിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേന് അതിനകത്ത് നോക്കി ഭയങ്കര ചിരിയാണ്. പിന്നെ കുറച്ച് നേരം ഇരുന്നിട്ടാട്ടോ ഒരു നമ്മൾ 11:30 ഷോയ്ക്ക് കേട്ടോ പോയിട്ട്. അതുകൊണ്ട് അധികം ആളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇത് പിന്നെ കുറേ ഓടിയതാണെന്നോ എനിക്ക് തോന്നുന്നു. നമ്മൾ പിന്നെ എപ്പോഴും ലാസ്റ്റാണല്ലോ ചെല്ലുന്നത്. ചേട്ടയ്ക്ക് ലീവൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ സിനിമയ്ക്കൊക്കെ പോകാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളെ തിയേറ്ററിന് ഞങ്ങൾ കയറും കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം ടിക്കറ്റൊക്കെ കൊടുത്ത് അകത്ത് കയറി. ആരും വന്നിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇച്ചിരി നേരത്തെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കയറി സീറ്റൊക്കെ പിടിച്ച് ഇരിക്കുക കേട്ടോ. ചാക്കോച്ചിക്കും ചക്കരയ്ക്കും വേഗം ഭയങ്കര സന്തോഷമായേ. പോപ്കോണൊക്കെ തിന്നുന്ന തിരക്കാ ചാക്കോച്ചിയും ചക്കരയും. പിന്നെ വേഗം സിനിമയൊക്കെ തുടങ്ങി. അങ്ങനെ സിനിമയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ചക്കരയുടെ മുഖമൊക്കെ മാറി കേട്ടോ. വിശക്കാൻ തുടങ്ങി ആശാന്. സിനിമയൊന്നും അത്ര ഞങ്ങൾക്ക് പഠിച്ചൊന്നുമില്ല. പിന്നെ ഞങ്ങൾ എന്തായാലും അടുത്തൊരു ഹോട്ടലിൽ കയറിയപ്പോൾ അവന് ഉടനെ നിർബന്ധം ബിരിയാണി വേണമെന്ന് കേട്ടോ. പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മൾ പിന്നെ വീട്ടിൽ നമ്മൾ ചോറല്ലേ, അതുകൊണ്ട് ആശാന് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും അത് തന്നെ കഴിച്ചു കേട്ടോ. സമയം ഒത്തിരി ആയിരുന്നു, 3:30 ആയപ്പോൾ ചോറൊക്കെ കഴിഞ്ഞു. ബിരിയാണി കഴിച്ചേക്കാം. അതേ ചാക്കോച്ചി ഒരു സീറ്റൊക്കെ പിടിച്ചിരിക്കുക കേട്ടോ ബിരിയാണി കഴിക്കാൻ വേണ്ടി. അങ്ങനെ ബിരിയാണി വന്നു എന്തായാലും പിന്നെ ബിരിയാണി കഴിക്കാനുള്ള തിരക്കായിട്ടോ. പിന്നെ ചക്കരയ്ക്ക് ഒരു വാച്ച് വാങ്ങാൻ വേണ്ടി പോയി കേട്ടോ. സ്കൂളിൽ പോകുമ്പോൾ ചെറിയൊരു വാച്ച് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്തായാലും ഒന്ന് വാങ്ങിയേക്കാമെന്ന് വെച്ചു. പിള്ളേരിപ്പോൾ സമയമൊക്കെ നോക്കാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വാച്ച് ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ സമയമൊക്കെ നോക്കി പഠിക്കാനായിട്ട്. അതുകൊണ്ട് ഒരു വാച്ചൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചതേ. ചക്കരയ്ക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഏത് മേടിക്കണമെന്ന് അറിയത്തില്ല കേട്ടോ. ആചാരം നോട്ടം സ്മാർട്ട് വാച്ചിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് തന്നെ വാങ്ങാമെന്ന് പറഞ്ഞിരിക്കുവാണേ. അധികം വിലയൊന്നുമില്ല കേട്ടോ. പിള്ളേരുടെ വാച്ചിനും തീരെ വിലക്കുറവൊക്കെയാണേ. പിന്നെ ഞങ്ങൾ അതൊക്കെ സെലക്ട് ചെയ്യും കേട്ടോ. ചാക്കോച്ചി എന്തിനും ഓടി വന്നപ്പോൾ ചേട്ടായി എടുത്തുകൊണ്ട് വന്ന് നോക്കുക കേട്ടോ. പിന്നെ വേഗം വാങ്ങിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇതുണ്ടോ അടിപൊളി ഒരു കാഴ്ച കണ്ടോ. നമ്മൾ ചില സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതുണ്ടോ ഇങ്ങനെ പറന്ന് പോട്ടെ. ആൾക്കാർ നടന്നു കഴിയുമ്പോഴത്തേന് പ്രാവെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് അങ്ങോട്ട് പോകുവേ. കുറേ ആൾക്കാർ അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ നടന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചക്കരയോട് പറഞ്ഞു, ചക്കരെ നീ ആ സെൻറ്ററിൽ കൂടെ പോടാ, എന്നിട്ട് ആ പ്രാവ് പറക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കാം, ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അവന് ഭയങ്കര പേടിയാട്ടോ. പിന്നെ കണ്ണിൽ പൊടി വീഴും എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് പോരാൻ തുടങ്ങി. മഴയൊക്കെ പെയ്യാറായി എന്ന് തോന്നുന്നു. ആകാശമൊക്കെ ഒന്ന് മൂടി വരാൻ തുടങ്ങി.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ വരെ ബൈ.